മൂന്ന് പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ ചെയ്ത് സൂപ്പർ ഹിറ്റാക്കിയ സംവിധായകനാണ് ഫാസിൽ. മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിൽ പുതുമുഖ നായകൻ, പുതുമുഖ നായിക, പുതുമുഖ വില്ലൻ. ഇത് കഴിഞ്ഞ് ഫാസിലിന് ഒരുപാട് ഓഫേഴ്സ് കിട്ടി, അല്ലെങ്കിൽ ഫാസിൽ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണെന്നുള്ള ഒരു പേര് അന്ന് ഇൻഡസ്ട്രിയിൽ വന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഫാസിൽ ചെയ്ത സിനിമകൾ, അതിലൊന്ന് ധന്യ എന്ന സിനിമ, മറ്റൊന്ന് ഈറ്റില്ല. ഈ രണ്ട് സിനിമകളും അങ്ങനെ വിചാരിച്ച പോലെ ബോക്സ് ഓഫീസ് ഹിറ്റില്ല. അതായത് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു നടനായിക്കോട്ടെ നടിയായിക്കോട്ടെ, ഇവരൊക്കെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷകൾ വലുതായിരിക്കും. ഇപ്പോഴും നമുക്കറിയാം, നമ്മുടെ മലയാളത്തിൽ ജിത്തു ജോസഫ് എന്ത് സിനിമ ചെയ്തു കഴിഞ്ഞാലും ദൃശ്യത്തിന്റെ അത്രയ്ക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ഒരു ദൃശ്യമായിട്ടുള്ള ഒരു കമ്പാരിസൺ. അത് ദൃശ്യം സീരീസുകൾ 2-3 ചെയ്തപ്പോഴും അതെ, അല്ലെങ്കിൽ ദൃശ്യമല്ലാത്ത വേറെ സിനിമകൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ഫാസിലും അങ്ങനെ തന്നെയായിരുന്നു. അന്ന് മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ വലിയൊരു ഹിറ്റ് ആവുന്നു. 80 ക്രിസ്മസിനാണ്, 1980 ക്രിസ്മസിനാണ് മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ റിലീസ് ആവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം 81 തന്നെ അദ്ദേഹം അടുത്ത ഒരു റിലീസ് അദ്ദേഹത്തിന് ലഭിച്ചു, അല്ലെങ്കിൽ ആ ഒരു സിനിമ ചെയ്തു. അത് 81 ഇറങ്ങി. ആ ഒരു സിനിമയായിരുന്നു ധന്യ. അതിൽ നെടുമുടി വേണുവും ശ്രീവിദ്യ, മോഹൻലാൽ അതിന് അഭിനയിച്ചിട്ടുണ്ട്. അതായത് മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന മോഹൻലാലാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ അന്നും ധന്യയും ഒരു വിചാരിച്ച പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയില്ല. ഇത് കഴിഞ്ഞ് ഈറ്റിലം എന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒരു വലിയൊരു ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അതായത് ഭരത് ഗോപി, മമ്മൂട്ടി, നെടുമുടി വേണു, മേനക, ജലജ, ഇവരെല്ലാവരും അഭിനയിച്ചു. ആ ഒരു സിനിമയും ഒരു വലിയൊരു വിജയമായി മാറിയില്ല. പിന്നെ ഈ രണ്ട് സിനിമകൾ, അല്ലെങ്കിൽ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ ഉൾപ്പെടെ കൂട്ടുകയാണെങ്കിൽ ഈ 3 സിനിമകളും കോമൺ ആയിട്ടുള്ള ഒരു നടൻ എന്ന് പറയുന്നത് നെടുമുടി വേണുവാണ്. നെടുമുടി വേണുവും ഫാസിലും ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളാണ്. കോളേജ് കാലഘട്ടത്തിൽ ഇവർ ഒരുമിച്ച് മിമിക്രി, അന്നത്തെ ഒരു ഹീറോസ് തന്നെയായിരുന്നു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ ഇവർ രണ്ടുപേരും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫാസിലിനെ മനസ്സിലായി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു ഹിറ്റ് വേണം. അങ്ങനെ ഒരു വാശിയിൽ ഒരു സിനിമ പ്ലാൻ ചെയ്തു. അപ്പോൾ അത് പ്ലാൻ ചെയ്തപ്പോൾ മഞ്ഞ് വിരിഞ്ഞ പൂക്കളുടെ അതേ ടീം എനിക്ക് വേണം എന്നുള്ളത് ഫാസിൽ ഉറപ്പിച്ചു. അതായത് പൂർണിമയും ശങ്കറും മോഹൻലാലും എല്ലാവരും വേണം. അങ്ങനെ അവരെല്ലാവരും അപ്രോച്ച് ചെയ്യുന്നു. അതിൽ മോഹൻലാൽ അഭിനയിക്കാൻ വന്നിട്ട് മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടി, പൂർണിമയുടെ ഡേറ്റ് കിട്ടി. പക്ഷെ ശങ്കർ അന്ന് ഒരുപാട് തിരക്കുള്ള സമയമാണ്. ശങ്കറൊക്കെ അന്ന് ഒരു സമയത്ത് ഒരു ദിവസം തന്നെ 3-4 സിനിമകളൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ശങ്കറിൻ്റെ ഡേറ്റ് കിട്ടിയില്ല. പകരം ഭരത് ഗോപിനെയാണ് ആ ഒരു സിനിമയിലോട്ട് കൊണ്ടുവന്നത്. ആ ഒരു സിനിമയായിരുന്നു എൻ്റെ മാമാട്ട് കുട്ടിയമ്മയ്ക്ക് എന്ന സിനിമ. ബേബി ശാലിനി അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ബേബി ശാലിനി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് എൻ്റെ മാമാട്ട് കുട്ടിയമ്മ എന്ന ആ ഒരു സിനിമയോട് കൂടിയാണ്. എന്തായാലും അന്ന് ശങ്കറിന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് അന്ന് അതിലേക്ക് ഭരത് ഗോപി വരുന്നു. ആ ഒരു സിനിമ 83 ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയായി മാറി. ഈ സിനിമ പിന്നീട് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഫാസിൽ തന്നെയാണ് അത് തമിഴിൽ ചെയ്തത്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് 88 ആ സിനിമ റിലീസ് ആയത്. സത്യരാജ് ആയിരുന്നു ആ ഒരു സിനിമയിൽ അന്ന് ഭരത് ഗോപിയുടെ വേഷം ചെയ്തത്. പിന്നെ രഘുവരനാണ് അതിൽ മോഹൻലാലിന്റെ വേഷം ചെയ്തിട്ടുള്ളത്. ഫാസിൽ അതിനുശേഷം ഒരുപാട് ഹിറ്റുകൾ കൊടുത്തു. ഇപ്പം അദ്ദേഹം സിനിമയിൽ സജീവമല്ല, പക്ഷെ നമുക്ക് എന്നും ഓർക്കാൻ അദ്ദേഹത്തിന് കുറെ മികച്ച സിനിമകളുണ്ട്. അനീതിപ്രാവ് 97 വിഷുവിന് റിലീസായി. കുറച്ച് പുതുമുഖങ്ങളെ വെച്ച് തന്നെ ആ സിനിമയും ചെയ്തു. കുഞ്ചാക്കോബൻ എന്ന പുതുമുഖ നായകൻ വരുന്നു. ശാലിനിയുടെ ഒരു കംബാക്ക് ആയിരുന്നു. ആ ഒരു സിനിമ അന്ന് ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. പിന്നെ മണിച്ചിത്രത്താഴ് 93 ക്രിസ്മസിന് ഇറങ്ങി. ഒരു മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ ഒരു ക്രിസ്മസിനായിരുന്നു, മണിച്ചിത്രത്താഴും ഒരു ക്രിസ്മസിനായിരുന്നു. മണിച്ചിത്രത്താഴും ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെയായി മാറി. പക്ഷെ ഫാസിൽ എപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, മണിച്ചിത്രത്താഴോ അനീതിപ്രാവോ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ആയിരിക്കാം, പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ, ഒരു അന്നത്തെ ടിക്കറ്റിന്റെ ഒരു മൂല്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടത്തിയത് ഒരു പക്ഷേ എൻ്റെ മാമാട്ട് കുട്ടിയമ്മയ്ക്ക് ആയിരിക്കും. അതിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഭരത് ഗോപിക്ക് ഒരു ഗംഭീര വേഷം കിട്ടി. ഭരത് ഗോപിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മാമാട്ട് കുട്ടിക്കും സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? അന്നൊരു സിനിമ തിയേറ്ററിൽ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. ഞാനൊക്കെ അന്ന് ജനിച്ചിട്ട് പോലുമില്ല. ഞാൻ 85 ജനിച്ചത്. ഞാൻ ആ സിനിമ പിന്നീട് കാസറ്റ് ഒക്കെ എടുത്ത് തന്നെ കണ്ടിട്ടുള്ളത്. ഭയങ്കര ഒരു ഇമോഷണൽ ഒരു സിനിമ തന്നെയാണ് ആ ഒരു സിനിമയിൽ. അന്നത്തെ ഫാസിലിൻ്റെ സിനിമകളൊക്കെ എങ്ങനെയായിരിക്കും, അത് അതിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ്. അന്നത്തെ ഫാമിലി ഓഡിയൻസ് ഒരുപാട് കരഞ്ഞിട്ടാണ് ആ സിനിമ കണ്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. പിന്നീട് പപ്പയുടെ സ്വന്തം അപ്പൂസൊക്കെ അതുപോലെയായിരുന്നു. എന്തായാലും അന്ന് ശങ്കർ ആയിരുന്നു, ഭരത് ഗോപി ആയിരുന്നു. ഭരത് ഗോപി അതിഗംഭീര ഒരു നടനാണ്. പക്ഷെ ആ റോളിന് ശങ്കർ ആയിരുന്നു കുറച്ചുകൂടി ആപ്റ്റ്. അതോ ഭരത് ഗോപി തന്നെയാണോ ആ ഒരു വേഷം ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.